ഒരു കാലത്ത് നിലനിന്നിരുന്നതും ഇന്ന് നമ്മുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയതുമായ ഒരു കാര്യമാണ് ഇത്. വഴിയരികിലൂടെ പോകുമ്പോഴാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് കരുതി. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് പനായി എന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആദ്യകാലത്ത് നിലനിന്നിരുന്നതും ഇന്ന് ഒട്ടും തന്നെ കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒരു കാര്യം ആദ്യമായി കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി, പിന്നെ സങ്കടവും. ലോകം യന്ത്രത്തിന് വഴിമാറിയപ്പോൾ ഇതുപോലുള്ള പല കാഴ്ചകളും നമ്മിൽ നിന്നും അപ്രത്യക്ഷമായി. 70കളിലും 80കളിലും ഇതുപോലുള്ള ജോലികൾ കുലത്തൊഴിലായിരുന്ന ഒരുപാട് സമൂഹങ്ങൾ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. ഒരു കാളയെ കൊണ്ടാണോ ഇത്രയധികം ജോലി ചെയ്യിക്കുന്നത് എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യം മനസ്സിലുദിച്ചു. ആ സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരാളോട് ഒരു സംശയമായി ചോദിച്ചു. പിറകിൽ ഇനിയും കാളകളുണ്ടെന്നറിഞ്ഞു. സമയമാവുമ്പോൾ അവ മാറി മാറി അവരുടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കും. തൊഴിലാളികളെ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ള തൊഴിലാളികളാണ് ഇവിടെ ജോലിയെടുക്കുന്നത്. ചോദിച്ചപ്പോൾ ബീഹാറിലാണ് പ്രദേശമെന്ന് പറഞ്ഞു. ജോലിയും താമസവും ഒരേ ഇടത്താവുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഒരു താല്പര്യമുള്ള കാര്യമാണെന്ന് തോന്നി. ഇങ്ങനെ ആട്ടിയെടുക്കുന്നതും യന്ത്രങ്ങൾ ആട്ടിയെടുക്കുന്ന എണ്ണയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതായി അടുത്ത ചോദ്യം. അതിന് അദ്ദേഹം ചിരിച്ചു. മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. അദ്ദേഹം പറയുന്നത് ആദ്യ കാലഘട്ടത്തിലെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നത് തന്നെ ഒരു സുഹൃതമല്ലേ എന്നാണ്. റോഡരികിൽ തന്നെയാണ് ഈ ഒരു കാഴ്ചയുള്ളത്. ബസ്സിലൂടെയും ബൈക്കിലൂടെയും പോകുന്ന ആളുകൾ ഈ കാഴ്ചയെ കണ്ണെത്താ ദൂരത്തോളം നോക്കി നിൽക്കും. അവിടെ തൊട്ടടുത്തായി അവർക്ക് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണകളും മറ്റും വിൽക്കാനുള്ള ഒരു സ്ഥാപനവും തൊട്ടടുത്ത് തന്നെയുണ്ട്. നല്ല ഒരാശയമായി തോന്നി. ഇതുപോലുള്ള പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ ആദ്യകാലത്ത് നിലനിന്നിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ പുതിയ ആശയങ്ങളെയും നമുക്ക് സ്വാഗതം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെപ്പോലെ തന്നെ ഇതുപോലുള്ള കൗതുക കാഴ്ചകൾ കണ്ട് ഒരുപാട് പേർ അവിടെ നിർത്തുന്നു. വളരെ കൗതുകം തോന്നിയ ഒരു കാഴ്ച തന്നെയാണ്. അവിടെ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം കൃത്യമായി അതിന് മറുപടികൾ തന്നു. പ്രൊഡക്റ്റുകൾ വാങ്ങാനും ഈ കാഴ്ചകൾ കാണാനും അകലെ ദേശത്ത് നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് നേരം അവിടെ നിൽക്കാൻ ഇനിയും സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഈ കാഴ്ചകൾ ആദ്യമായാണ് കാണുന്നത്. അതിൻ്റെ കൗതുകത്തിൽ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു ഇറങ്ങി.